കണ്ടൊരു കാഴ്ച, അതായത് ഈ ഒരു നെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചോ? പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ. ഹായ് നമസ്കാരം, ഞാൻ ഷബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം ഞാനുള്ളത് പാലക്കാട് കൊല്ലങ്കോട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ ഈ നെൽകൃഷിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ എന്ത് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷീക്രട്ടേഴ്സിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ തമ്മിൽ അവിടെ പാലക്കാട് ഒരു റിസോർട്ടിൽ സ്റ്റേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ മുക്കത്തും ഇതുപോലെ വേറെ കുറച്ച് ഫ്രണ്ട്സുകളുടെ കൂടെ റിസോർട്ടിൽ പോയതായിരുന്നു. അങ്ങനെ ഞാൻ പാലക്കാട് മുക്കത്തുനിന്ന് തിരിച്ച് വരുമ്പോൾ പാലക്കാട് എത്തിയപ്പോഴത്തേക്കും ഇവർ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ എത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വഴിയിൽ നിന്നാണ് കേട്ടോ ഇവരെ കൂടെ കൂടിയത്. പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച, അതായത് ഈ ഒരു നെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് കാപ്പി കളറും ഒന്ന് പച്ച കളറും. അപ്പോൾ എനിക്കും കുറേ കാലമായിട്ടുള്ളൊരു സംശയമായിരുന്നു കേട്ടോ, ഈ മട്ടരി നെല്ലുത്തി അരി അങ്ങനെയൊക്കെ പറയൂലേ, ആ ഒരു അരി എങ്ങനെയാണ് ആ ഒരു കളറിൽ വരുന്നത്? എല്ലാം ഒരുപോലെയുള്ള നെല്ല് തന്നെ അല്ലേ? അപ്പം സംഭവം ഈ ഒരു കാപ്പി കളറിലാണ് ഇത്ര ആ ഒരു അരി ഉണ്ടാവുന്നത് കേട്ടോ. മറ്റേത് പിന്നെ നമ്മുടെ സാധാ നെല്ലിൻ്റെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു സംശയം അങ്ങനെ തീർന്നു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ, എന്താ കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല, താമരപ്പാടം എന്തോ പറയും, അവിടെ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഇവരൊക്കെ ഡാൻസിനുള്ള പ്രാക്ടീസിലൊക്കെയാണ് കേട്ടോ അവർ. പിന്നെ ഒരു ആനയുടെ രൂപമൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ തന്നെ എത്തി. അപ്പോൾ അവരൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ തിരിച്ചെത്തിയിട്ടൊന്ന് ലേറ്റായിട്ട് കഴിച്ചു. പക്ഷേ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ലേറ്റായിട്ട് കഴിക്കാനും നല്ല തോന്നി. വയറ് നിറച്ച് ഞാൻ കഴിച്ചു കേട്ടോ. അതായത് ആ സാമ്പാറൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഷെഫ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ, അത്രക്ക് ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ബെഡ്റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 10-13 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ബാഗും ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. പിന്നെ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ, എനിക്ക് തണുപ്പൊട്ടും സഹിക്കൂല. അതുകൊണ്ട് പിന്നെ ആ ഒരു സമയം ക്ഷീണിക്കണവർക്ക് കുടിക്കാൻ അവർ ഇളനീർ ജ്യൂസൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു ഭാഗത്തെ ബെഡ്റൂം, ഇവിടെ ഇങ്ങനെ ഒരു കട്ടിൽ ഇങ്ങനെ ഒരാൾക്ക് കിടക്കാനുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൊത്തം 5 പേർക്കായിട്ടും, അതുപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ചു കൊടുത്തൊരു 5 പേർക്ക് ഇനി ഒരു ഭാഗം കൂടെ കാണിക്കേണ്ട, അങ്ങനെ 3 ഭാഗത്തായിട്ടാണ് കേട്ടോ. ഞങ്ങൾ മൊത്തം ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ചിലത് റേറ്റ് കൂടുന്നുണ്ട്, സൗകര്യം കുറയുമ്പോൾ അതിൻ്റെ റേറ്റ് കുറയണമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അവിടുത്തെ ഫുഡിനെ പറ്റിയിട്ടും അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ രാത്രി ആയപ്പം എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം കുളിച്ചൊക്കെ കയറി. പിന്നെ ക്യാമ്പ് ഫയറിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു. അതായത് പാട്ടൊക്കെ പാടി തമാശകളൊക്കെ പറഞ്ഞ് ആ ഒരു സമയം അവരവിടെ ഫുഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഫാമിലിൻ്റെയൊക്കെ കൂടെ പോകുന്നതിനെക്കാട്ടിലും എത്രയോ രസമാണ്, വേറൊരു അടിപൊളി വൈബാണ് കേട്ടോ ഈ ഫ്രണ്ട്സുകളുടെ കൂടെ പോകുമ്പോൾ. പിന്നെ ഞങ്ങൾക്കുള്ള അൽഫാം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കൻ ഉപ്പിലിട്ടത് അങ്ങനെ എന്തോ പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി. പിന്നെ പൊറാട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താവശ്യപ്പെട്ടാലും എന്ത് ഫുഡാണോ നമുക്ക് വേണ്ടിച്ചാൽ പറഞ്ഞാൽ മതി, അവർ ഏതും റെഡിയാക്കി തരും കേട്ടോ. ഒരു പൊറാട്ടി അൽഫാം പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷെഫ് ഉണ്ടല്ലോ, കുക്കിങ് മാത്രമല്ല കേട്ടോ, അടിപൊളി ഒരു സിംഗറും കൂടെയാണ്. നല്ലൊരു അടിപൊളി സോങ് പാടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പെണ്ണെ പേടമാനെ പേടിച്ചോടും പുള്ളിമാനെ, ആ സോങ് ഉണ്ടല്ലോ, നമ്മൾ പാടിയാൽ ശരിയാവില്ല, അത് പാടേണ്ടവർ പാടണം, അപ്പോൾ റെഡി ആവുള്ളൂ. പിന്നെ ഓരോരുത്തർ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തും കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത് പിറ്റേ ദിവസം മോർണിംഗിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്ന് ക്രിസ്മസിൻ്റെ ആ ഒരു സമയം കൂടിയാണ്, അതാണ് എല്ലാവരും റെഡും വൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. ചിലരങ്ങനെ വീഡിയോ എടുക്കണു, ഞങ്ങൾ കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കണു അങ്ങനെ. അപ്പോൾ ഇവിടുത്തെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിസോർട്ട് ഉള്ളത് നമ്മുടെ പാലക്കാട് കൊയിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, ഹൈഡേയ്സ് റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഞാനവിടെ കണ്ട വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മൊത്തത്തിൽ കാണുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗി, അത് വേറെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ, അതാണ് വലിയൊരു കാര്യം. ഇപ്പോൾ ഇന്നെപ്പോലെ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈലൻ്റായിട്ട് നമുക്കിങ്ങനെ മനസ്സമാധാനത്തോടു കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും. ഇവിടെ ഏറ്റവും നല്ലത് കപ്പിൾസിനാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഭയങ്കര സൈലൻ്റായിട്ട്
ആൾ കുറച്ച് കലപിലാണെങ്കിലും പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ പബ്ലിക്കിൽ, അതായത് ഇങ്ങനെ കലപില ബഹളത്തിൻ്റെ ഇടയിലുള്ള ഒരാളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നടത്താനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ശരിക്കും ആ ഗ്രൗണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങി കളിക്കാനാണ് തോന്നിയത് കേട്ടോ. അത്രയ്ക്ക് രസമായിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ. ഞങ്ങൾ 2 ദിവസം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരാഴ്ച നിന്ന മേനിയായിരുന്നു. അത്രയ്ക്ക് എൻജോയ് ചെയ്തു. പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ, അതായത് ഞങ്ങൾ പോരുന്ന ദിവസം രാവിലെ. അന്നത്തെ ചായക്ക് കടിയും പുട്ടായിരുന്നു. പുട്ടുണ്ട്, പുട്ടും പപ്പടവും, പിന്നെ അതേപോലെ കടലക്കറി ഉണ്ട്, ബീഫ് കറി ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയുണ്ട്, ഞാളിപ്പൂവൻ പഴം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഞാളിപ്പൂവൻ. പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം അത് ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ എവിടെ പോയാലും എനിക്ക് യാത്ര, ഫുഡ് അതാണ് മെയിൻ. അപ്പം ഞാൻ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാണ്ട് എനിക്കിങ്ങനെ എന്താ പറയുക, ഇതാണ് കേട്ടോ നമ്മുടെ ഷെഫ് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ എനിക്കങ്ങനെ എല്ലാവരും പോലെ ഉറക്കം അല്ലെങ്കിൽ ഡാൻസും പാട്ടും അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും അല്ല എനിക്ക് താല്പര്യം. എനിക്കെപ്പോഴും യാത്ര, കൂടുതലായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന യാത്ര, അടിപൊളി ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാനതാണ് കൂടുതൽ എടുത്ത് പറയാം. പിന്നെ ഇതാ ഇവരൊക്കെ എനിക്ക് അവരൊന്നും ചാനൽ പറഞ്ഞുതരാൻ അറിയാത്തോട്ട് അവരോട് തന്നെ ലൈവായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തെന്ന് അറിയില്ല, ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വോയിസ് അവർ വോയിസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അതിൽ പിന്നെ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ അവർ നമ്മൾ വിചാരിച്ച പോലെയല്ല, വലിയ പുള്ളികളാണ്. 3 ലക്ഷം 5 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബൊക്കെ ഉള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ അഡ്മിൻസ് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടാസ്ക്കൊക്കെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ക്രിയേറ്റർ ഇവളായിരുന്നു കേട്ടോ, റിസ്വാന. അപ്പോൾ അതിനുള്ളൊരു മൊമെൻറ്റ് ഇവൾക്കാണ് കിട്ടിയത്. അപ്പോൾ അത് അവൾക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് നിഷാൻ അവൾക്കത് കൈമാറി. പിന്നെ അത് ഈ ഒരു വീട് കാണുമ്പോൾ ഇങ്ങനെ പഴയ മോഡൽ വീടാണെങ്കിലും പക്ഷേ നല്ല അതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ്, അതായത് ഒരു മൊത്തത്തിലൊരു ഫ്രഷ്നെസ്സും ഫിനിഷിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറ്റാത്തൊരു കാര്യം ഒരിക്കലും ഇഷ്ടമായി എന്ന് പറയൂല കേട്ടോ. അത് അത്ര അങ്ങോട്ട് പിടിച്ചാൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുതലായിട്ടുണ്ട്, ഇഷ്ടമായി, നല്ലൊരു അടിപൊളി വൈബായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അവരെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കൂടെ കാണാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ആക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന കമൻറ്റ്, അതാണ് കേട്ടോ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. അതായത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ.